നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരാളോട് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അയാളുടെ കാര്യം തന്നെ പോക്കാണ്. അതുതന്നെയാണ് ഇപ്പോൾ മന്ത്രിപദം നോക്കി വെള്ളമിറക്കി നിന്ന തോമസ് കെ തോമസിനും സംഭവിച്ചത്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് യാതൊരു താല്പര്യവുമില്ല. തോമസ് കെ തോമസിനെ ഉടൻ മന്ത്രിയാക്കാൻ കഴിയാത്ത സാങ്കേതിക സാഹചര്യമുണ്ടെന്ന് CPM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. NCPക്ക് മന്ത്രിയെ പിൻവലിക്കാം, എന്നാൽ 100 കോടിയുടെ കൂറുമാറ്റ അഴിമതി ആരോപണമുള്ളതുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്നാണ് പിണറായി പറയുന്നത്. കുട്ടനാട് MLAയുമായി ബന്ധപ്പെട്ട മറ്റു ചില പരാതികളും മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്നാണ് സൂചന. ഇതോടെ മന്ത്രിയായി AK ശശീന്ദ്രൻ തുടരാൻ സാധ്യത കൂടുകയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട NCP SP വിഭാഗം ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെയും ഇക്കാര്യം CPM അറിയിക്കും. തോമസ് കെ തോമസിനെ ഉടൻ മന്ത്രിയാക്കാൻ കഴിയാത്ത സാങ്കേതിക സാഹചര്യമുണ്ടെന്ന് CPM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. കുട്ടനാട് MLAയുമായി ബന്ധപ്പെട്ട ചില പരാതികളും മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്നാണ് സൂചന. അതിനിടെ എലത്തൂർ സീറ്റ് അടുത്ത തവണ CPM ഏറ്റെടുക്കും. ഇനി മത്സരിക്കാനില്ലെന്ന് AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ CPM കോട്ടയിൽ NCPക്ക് സീറ്റും കൊടുക്കില്ല. ഇതോടെ NCP ഇടതുപക്ഷത്ത് കൂടുതൽ പ്രതിസന്ധിയിലാകും. കേരളത്തിൽ NCPയായി നിൽക്കുന്ന ശരത് പവാർ വിഭാഗമാണ്. യഥാർത്ഥ NCP മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ NCPയിലെ MLAമാർക്ക് കേരളത്തിൽ വിപ്പ് കൊടുക്കാൻ പോലും NCP സംസ്ഥാന അധ്യക്ഷൻ എന്ന അവകാശപ്പെടുന്ന PC ചാക്കോയ്ക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇതെല്ലാം കണക്കിലെടുത്താണ് കടുത്ത തീരുമാനം പിണറായി സ്വീകരിക്കുന്നത്. NCPക്ക് വേണമെങ്കിൽ മുന്നണി വിട്ടു പോകാമെന്ന പരോക്ഷ സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നതെന്നും വിലയിരുത്തലുണ്ട്. മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിശ്ചയിക്കുക അതത് പാർട്ടികളാണെങ്കിലും തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ അതുണ്ടാവാത്തതിലെ അതൃപ്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ കാരാട്ടിനെ അറിയിച്ചിരുന്നു. കാരാട്ടിനെ ഇടപെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്തി തോമസിന് മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനായിരുന്നു നീക്കം. ഇത് പിണറായിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കൂറുമാറ്റത്തിന് കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ഉയർന്ന തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഏതാണ്ട് തറപ്പിച്ചു പറഞ്ഞു. ഡൽഹിയിൽ പ്രകാശ് കാരാട്ടിനെ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തി NCP സംസ്ഥാന നേതൃത്വം നടത്തിയ സമ്മർദ്ദ ചർച്ചയിൽ മുഖ്യമന്ത്രി അതൃപ്തനായി. ഇത്തരം കളികൾക്ക് മുതിരുന്നവർ കേരളത്തിലെ ഇടതുപക്ഷത്ത് വേണ്ടെന്ന നിലപാടിൽ മുഖ്യമന്ത്രി എത്തിയതായാണ് സൂചന. അതിനിടെ ശരത് പവാർ വിളിപ്പിച്ചതനുസരിച്ചാണ് ഡൽഹിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. കേരളത്തിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. പവാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട്. അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ടെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോൾ അദ്ദേഹം വിയോജിപ്പ് അറിയിച്ചിരുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു കഴിഞ്ഞു. അക്കാര്യം ശരത് പവാറിനെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടിനോട് പ്രതിഷേധിക്കുന്ന നിലപാടിലേക്ക് പോകുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. NCPയുടെ കേരളത്തിലെ ശരത് പവാർ വിഭാഗത്തിൽ പിളർപ്പിന് പോലും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ വിവാദം പാർട്ടിക്ക് ഗുണകരമാകില്ലെന്നും മന്ത്രിസ്ഥാനം തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടായേക്കാമെന്നുമാണ് AK ശശീന്ദ്രൻ നൽകുന്ന മുന്നറിയിപ്പ്. താൻ തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് ശശീന്ദ്രൻ പറയാതെ പറയുകയാണ്. PC ചാക്കോ കടുത്ത നിലപാട് എടുത്താൽ CPM പക്ഷത്ത് തന്നെ ശശീന്ദ്രൻ നിലയുറപ്പിക്കും. ഇത് പാർട്ടിയിലെ പിളർപ്പായി മാറുകയും ചെയ്യും. അതിനിടെ പാർട്ടി മാറ്റം NCPയുടെ ആഭ്യന്തരകാര്യമാണെന്നും ശശീന്ദ്രൻ നന്നായി പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാത്തതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിശ്ചയിക്കുക അതത് പാർട്ടികളാണെങ്കിലും അതുണ്ടാവാത്തതിലെ അതൃപ്തി ചാക്കോ കാരാട്ടിനെ അറിയിച്ചതായാണ് വിവരം. അതിനുശേഷമാണ് പവാറുമായി കാരാട്ട് ചർച്ച ചെയ്തത്. ഇതിൽ പിണറായിയുടെ നിലപാടടക്കം കാരാട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഡൽഹിയിലെത്തിയിരുന്ന NCP MLA തോമസ് കെ തോമസ് ഇന്ന് ശരത് പവാറുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. നാട്ടിലെത്തിയ ശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിമാറ്റത്തിലെ തീരുമാനം നീളുന്നതിൽ കടുത്ത അതൃപ്തിയിൽ തോമസ് കെ തോമസ് MLA ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ ശരത് പവാറിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. എല്ലാ കാര്യങ്ങളും ശരത് പവാറിനെ ബോധിപ്പിച്ചുവെന്നും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. മന്ത്രിയാകാൻ താൻ ഓടി നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്നും തോമസ് കെ തോമസ് പറഞ്ഞിരുന്നു. മന്ത്രിമാറ്റം
പാർട്ടി തീരുമാനമാണ്. ഇക്കാര്യം ശരത് പവാർ തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. AK ശശീന്ദ്രനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും പറഞ്ഞിരുന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ശരത് പവാർ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഉപതിരഞ്ഞെടുപ്പുകൾ കഴിയും വരെ കാത്തിരിക്കാനായിരുന്നു മറുപടി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ തീരുമാനമുണ്ടാകാത്തതിൽ തോമസ് കെ തോമസിന് കടുത്ത അതൃപ്തിയുണ്ട്. വിഷയത്തിൽ അന്തിമ തീരുമാനം വേണമെന്നായിരുന്നു തോമസ് കെ തോമസ് നേരത്തെ പ്രതികരിച്ചത്. നിരാശയെല്ലാം മറിച്ച് പ്രത്യാശയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന NCP സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരുന്നു. ഏറെ നാളായി തർക്കത്തിലുള്ള NCPയിലെ മന്ത്രിമാറ്റത്തിൽ അന്തിമ നീക്കത്തിലാണ് PC ചാക്കോയും തോമസും. അവസാന വട്ട ശ്രമം എന്ന നിലയ്ക്കാണ് ശരത് പവാർ വഴിയുള്ള ഇടപെടലിന് ശ്രമിച്ചത്. ദേശീയ നേതൃത്വം വരെ അംഗീകരിച്ച മന്ത്രിമാറ്റത്തിൽ അപ്രതീക്ഷിത ഉടക്കിട്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. കൂറുമാറാൻ 100 കോടി കോഴ വാഗ്ദാനം ചെയ്തെന്ന വിവാദത്തിൽ തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ഇതോടെ മന്ത്രിമാറ്റ നീക്കം വഴിമുട്ടി. തോമസ് ഇല്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന നിലപാടെടുത്താണ് കേരള NCPയുടെ പുതിയ തന്ത്രം. ഇതിനും പിണറായി വഴങ്ങില്ലെന്നാണ് സൂചന. നന്ദി.